Behind Woods presents Love Out for Delivery powered by Kitex, Oxygen Kerala Matrimony and Entry app. Kitex കേരളത്തിനോടൊപ്പം. ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. മലയാളിയുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്. കുട്ടി വിനീതിനെ അന്വേഷിച്ചെന്ന് പറയുന്നതിന് ഒരുപാട് റീസൺസ് ഉണ്ടാവും. പക്ഷെ പ്രണയ് പറഞ്ഞു വെച്ച് നോക്കുമ്പോഴും അവളുടെ ചിരിയൊക്കെ വെച്ച് നോക്കുമ്പോൾ സംഭവം നമ്മൾ ഉദ്ദേശിച്ചതാവാനാ ചാൻസ് ഇല്ലേ? അതാണ്. എന്നാലും എനിക്കെന്തൊരു ടെൻഷൻ പോലെ. ഇവനിത് കുളമാക്കും. അതിന് പേടിക്കാനൊന്നുമില്ല. താൻ നേരെ സാധനം കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു, ആസ് യൂഷ്വൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നു. സംഭവം അവൾ നമ്മുടെ റൂട്ടാണെങ്കിൽ അവളുടെ പെരുമാറ്റത്തൊന്ന് മനസ്സിലാവും. അങ്ങനെ ആണെങ്കിൽ അപ്പൊ തന്നെ നീ അവളുടെ നമ്പർ നമ്പറാ? താൻ പേടിക്കാതെടോ. എന്നാൽ എനിക്കെന്തൊരു മൈക്കളവ്യം പോലെ. അത് നീ രാവിലെ പോയിട്ട് അങ്ങോട്ട് പോയാൽ മതി. ഒന്ന് പോടാണ്. പിന്നെ അപ്പോൾ ഇനി അധികം ലേറ്റ് ആക്കണ്ട. നേരെ കൊക്കിനങ്ങോട്ട് ചെല്ലുന്നു, സാധനം വാങ്ങുന്നു, അവളുടെ വീട്ടിലേക്ക് പോകുന്നു. ഡോ, എന്താണോ തൻ്റെ മുതൽ സന്തോഷമില്ലാതെ? ഇതിപ്പോൾ എൻ്റെ കോൺഫിഡൻസ് കൂടി പോവുമല്ലോ. അല്ല, ഞാൻ കുറച്ച് വർക്ക് പ്രഷറിലായിരുന്നു, അതാ. താൻ പോയിക്കോ. ഓൾ ദ ബെസ്റ്റ്. ചേട്ടനിപ്പോ വേറെ റൂട്ടാണോ? ആ, കുറച്ച് നാൾ ഓടി കഴിഞ്ഞാൽ ഞങ്ങളെ സ്ഥലം മാറ്റും. ഓ, അതാ ഇപ്പൊ ഇങ്ങോട്ടൊന്നും കാണാത്തല്ലേ? 730 ആണ്. എൻ്റെ ലിക്വിഡ് ഇല്ല, ഞാൻ ഗൂഗിൾ പേ ചെയ്തോട്ടെ. ചേട്ടൻ്റെ നമ്പർ? അവള് കൊള്ളാം കേട്ടോ. എന്ത് എത്ര സിമ്പിളായിട്ട് അവള് നിന്റെ നമ്പർ മേടിച്ചേ. എടാ, അത് അവളുടെ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാണെങ്കിലോ? നീ പൊട്ടനാണോ? ഐശു ഒന്ന് പറഞ്ഞു കൊടുത്തേ. അല്ല, നമ്മളായിട്ട് അപ്രോച്ച് ചെയ്തതല്ലല്ലോ. നമ്പർ കിട്ടാൻ വേണ്ടി ചോദിച്ചാണെങ്കിൽ അവൾ എന്തായാലും വിളിക്കും. വിളിക്കായിരിക്കില്ലേ? എൻ്റെ ഫോൺ എന്തേ? അവിടെ കുത്തിവെച്ചിട്ടുണ്ട്. ഞാനിപ്പോ വരാം. താനെന്തിനാ ഇപ്പോൾ ടെൻഷൻ അടിക്കുന്നു? അല്ല, ഫുൾ പോസിറ്റീവ് സയൻസ് ആണല്ലോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് തോന്നണേ. എന്താടാ? ഹായ്. എന്താ കൊടുക്കുക? ഒരു ചായം കടി വാങ്ങിച്ചെടുത്തല്ലേ. വിനീത്, ഞാനെന്നാ ഇറങ്ങുവാ. എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. താൻ പോവാണോ? ആ, ഞാൻ ഡ്രോപ്പ് ചെയ്യടോ. വീണ്ടും മെസ്സേജ്. കുഴപ്പമില്ല, ഞാൻ തന്നെ പോയിക്കോളാം. ഓക്കെ ബൈ. ശരി. ഹലോ, താനോടാ? നേരം വെളുക്കുന്നതിന് മുന്നേ വിളിച്ചിട്ട് എവിടാണ്? എണീറ്റില്ല ഇതുവരെ? ഷേ, താനൊന്ന് എണീറ്റോളൂ. കാര്യം പറയാം. എന്താ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ലോട്ടറിയിൽ അടിച്ചോ? ഏറെക്കുറെ 2 ലോട്ടറി ഒരുമിച്ചടിച്ച്. ഇന്ന് വൈകിട്ട് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് പ്രപ്പോസ് ചെയ്താലോ? എന്താ 2ാമത്തെ ലോട്ടറി? തനിക്കെന്നോട് ഫീൽ ഇല്ലാത്ത? ആ, ഓക്കെ. ഇതെന്താ സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ട്? ഷേ, 2ാമത്തെ സർപ്രൈസ് പൊളിഞ്ഞു. എന്താ? എടോ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ എൻ്റെ കഥയുടെ കാര്യം? ഞാൻ അതിൻ്റെ വള്ളേനെ ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് പറഞ്ഞു. പുള്ളിക്കത് ഭീകരമായി വർക്കായി. പുള്ളി നാളെ രാവിലെ എന്നോട് ഫുൾ സ്ക്രിപ്റ്റായിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലതല്ലേ? പക്ഷേ എനിക്കൊരു ടെൻഷൻ. കുറേ നാളായി സ്ക്രിപ്റ്റ് എടുത്ത് വായിച്ചിട്ട്. താനൊരു കാര്യം ചെയ്യ്, ഒരു ട്രയൽ പറഞ്ഞു നോക്കിയിട്ട് പോയി നോക്ക്. ഏയ്, ഇനി പ്രണയൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൻ എന്നെ കൊല്ലും. എന്നാ താനൊരു കാര്യം ചെയ്യ്, എൻ്റെ അടുത്ത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ താനാണ് എൻ്റെ പടത്തിൻ്റെ പ്രൊഡ്യൂസർ. ഓക്കെ.
അപ്പോൾ നമ്മുടെ പടം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. കനവറിയാതെ മെഴിയോരം നിറയും നിലവേ മനമറിയാതെ തീരമേ മൊഴിയറിയാതെ അകമാകെ നിറയും ശ്രുതിയിൽ അനുരാഗം നീ മൂളവേ അറിയാതെ നെഞ്ചിൽ നീ പെയ്തൊഴിയാതെ കണിയായൻ കണ്ണിൽ പൂക്കുന്നേ കുന്നോളം മോഹം താനെ മഞ്ഞായി പെയ്യുന്നേ നീയാണെന്നാരോ കാവിൽ മൂളവേ ഇനിയും നാം തമ്മിൽ തമ്മിൽ പിരിയാനായി വയ്യാതെ ഉയിരിൽ ഞാൻ നിന്നെ തേടും നേരമേ. അവിടെയാണ് നമ്മുടെ പടത്തിൻ്റെ ക്ലൈമാക്സ്. ഇത് കൊള്ളാലോടോ. അത് പിന്നെ ഞാൻ എഴുതിയ കഥയല്ലേ. മതി മതി. പിന്നെ ആകെ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയ ആ ഒരു പ്രപ്പോസൽ ചെയ്യുന്നില്ലേ, അത് വർക്കൗട്ട് ആവാത്ത പോലെ. എടോ അത് പടത്തിൽ വരുമ്പോൾ ഓക്കെ ആയിരിക്കും. താണേക്ക് എങ്ങോട്ടേക്ക്? ഞാൻ അഭിനയിച്ച് കാണിക്കാം. വാടോ എണീക്ക് വാ. ഓക്കെ. ഓക്കെ. കണ്ടു ഞാൻ മിഴികളിൽ അറിയാതീരം നിൻമുഖം ഐശ്വര്യ. ഇപ്പൊ എങ്ങനെയുണ്ട്? സാധനം വർക്കൗട്ടായില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ആരെ വിളിച്ചത്? ഐശ്വര്യ വിളിച്ചേ. നമുക്ക് പോയാലോ? എടോ ശരിയാവായിരിക്കില്ലേ? എന്ത്? അല്ല ഞാൻ പ്രപ്പോസ് ചെയ്താൽ ശരിയാവുമെന്നേ. ഐ ലവ് യൊന്നും സെറ്റാവില്ലെന്നേ. ഞാനേ ഇൻഡയറക്റ്റ് ആയിട്ടേ പ്രപ്പോസ് ചെയ്താലോ എന്ന് ആലോചിക്കാം. ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മനസ്സിലാവുമോ? വിനീതേ, നമ്മളൊരാളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളെയും തിരിച്ച് ആഗ്രഹിക്കണം. എങ്കിലത് സെറ്റാവോ? അങ്ങനെ നമ്മളെയും കൂടെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഒരു നോട്ടം മതി അവർക്കത് മനസ്സിലാവാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കാലം മുഴുവൻ കൂടെ ഉണ്ടായാലും അവർക്കത് മനസ്സിലായെന്ന് വരില്ല. അപ്പം തന്നെ ധൈര്യമായിട്ട് പോയി പ്രപ്പോസ് ചെയ്യാം. ഓക്കെ, ശരി, ഞാൻ പോവാം.
എന്താടോ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ? ഞാൻ ആ ഡോർ അടച്ചത്. ഓ, ഇതിനു മുമ്പ് നീ ഡോർ അടച്ചിട്ടുണ്ടല്ലോ. അന്നൊന്നും ഇത്രയും പൊട്ടലുണ്ടായിരുന്നില്ലല്ലോ. എന്തു പറ്റി മോളെ നിനക്ക്? കിച്ചയ്ക്ക് ഇങ്ങനെ മനസ്സിലായി ഞാൻ ഓക്കെ അല്ലെന്ന്. വർഷം എത്രയും ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട്. നിന്റെ നടത്തത്തിൻ്റെ ഒരു താളം മാറി എനിക്കറിയാം. ഓ, നീ കാര്യം പറ. കിച്ച ഞാനിങ്ങനെ ഇതാണ് എൻ്റെ ക്യാരക്ടർ. അതിപ്പോൾ ലോകത്തൊന്നിനും വേണ്ടിയിട്ട് ഞാൻ മാറ്റാൻ റെഡി അല്ല. നീ മാറ്റണ്ടെന്നേ. നിന്നോട് ആരാ മാറ്റണമെന്ന് പറഞ്ഞേ? അങ്ങനെയല്ല, ചില ആഗ്രഹങ്ങൾ ഞാനിങ്ങനെ ആയതുകൊണ്ട് എനിക്ക് കിട്ടാതെ വരുമ്പോൾ ഒരു വിഷമം, അത്രേ ഉള്ളൂ. എന്താ കാരണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം. മോളെ, നിൻ്റെ ആഗ്രഹം എന്താണോ അത് നിന്നെ കൂടെ ആഗ്രഹിക്കണം. അപ്പോഴേ അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുള്ളൂ. ഇതാര് പറഞ്ഞ? തൽക്കാലം ഈ ഗോപാലകൃഷ്ണൻ. കൊള്ളാം. അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ, അവന് നിന്നെ ഇഷ്ടമാണെങ്കിൽ അവൻ വരും. ഇല്ല, അവനോട് പോകാൻ പറയടി. ആരെയും ഫോഴ്സ് ചെയ്തൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനോ? ഏതവൻ? മോളെ, ഞാൻ നിൻ്റെ അമ്മാവനാ. ഒരു ഇച്ചിരി ഉരുട്ടുബുദ്ധി എനിക്കും കാണും. എന്ത് മനുഷ്യനാണോ? നീ ആലോചിക്ക്. നിന്നോട് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും കിച്ചായുടെ സന്തോഷത്തിന് വേണ്ടി പറയുക. മോളെ, നീ അടിപൊളിയാ. നീ ഇങ്ങനെ ഇരിക്കാനാ നിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് താഴെ നല്ല അയില ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നീ വന്ന് കഴിക്കാൻ നോക്ക്. ചുമ്മാ എനിക്ക് വിശക്കുന്നു. വാ, ഞാൻ വരാം. ഹായ്, സോറിടോ, ഞാൻ കുറച്ച് ലേറ്റായി പോയി. ഏയ് അത് കുഴപ്പമില്ല, കുറച്ചു നേരമായിട്ടുള്ളൂ. എന്തു പറ്റി? ബ്ലോക്ക് ആയിരുന്നോ? അല്ല, ഞാൻ ഐശ്വര്യന് ഡ്രോപ്പ് ചെയ്യണ്ടായിരുന്നേ, അതാ. ഓ, ഐഷു ഉണ്ടായിരുന്നോ കൂടെ? എന്നാ ആളെ കൊണ്ടുവരായിരുന്നില്ലേ? എനിക്കും കേട്ടുപരിചയമല്ലേ ഉള്ളൂ. ഓ, അത് ശരിയായിരുന്നല്ലോ. നിങ്ങൾ എങ്ങനെ പരിചയം? ക്ലാസ്മേറ്റ്സാ? അല്ല, ആ കഥ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ? ഇല്ല. അയ്യോ, ഇത് ഭയങ്കര രസമാ. അന്ന് ഐശ്വര്യക്ക് ഓർഡർ വന്നിട്ട് മാറിപ്പോയില്ലേ, അതിൻ്റെ ഒറിജിനൽ ഐശ്വര്യാണ് ഈ ഐശു. അന്ന് ഞാൻ ചെല്ലുമ്പോൾ കക്ഷിയുടെ പെണ്ണുകളാണെന്നുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വീടിൻ്റെ അകത്ത് ഭയങ്കര ബഹളം. നോക്കുമ്പോൾ പെണ്ണിനെ കാണുന്നില്ല. ഞാൻ നോക്കുമ്പോൾ പെണ്ണതാ ഒരു കയറെ തൂങ്ങി താഴോട്ട് ഇറങ്ങി വരിക. പുറത്തുനിന്നുള്ളവരൊക്കെ നോക്കുമ്പോൾ ഭയങ്കര തല്ലുകൊളുത്തൊക്കെയാണ്. പക്ഷെ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെയും കൂടെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഒരു നോട്ടം മതി അവർക്കത് മനസ്സിലാവാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ആയുഷ്കാലം മുഴുവൻ കൂടെ ഉണ്ടായാലും അവർക്കത് മനസ്സിലായെന്ന് വരില്ല. ഐശ്വര്യ, ഞാനൊരു കാര്യം പറയാൻ വന്നു. പക്ഷേ വന്ന സ്ഥലം മാറിപ്പോയി. ഞാൻ പൊക്കോട്ടെ? അശു, അശു, താനതെന്ത് കാണിക്കുക? മതിലേറെ നോക്കിയതാ, പക്ഷേ ഭയങ്കര പാടാ. പ്രപ്പോസ് ചെയ്യാൻ പോയിട്ട് പ്രാന്തായോ? ആ വാതിലും തുറക്കാൻ പറ്റുമോ? ഇവിടെ ഭയങ്കര തന്നെയല്ല. ഞാൻ വരാം. ഹൈ, കേറ്.
എന്തേ കുളമാക്കിയോ? എന്താ ചിരിയുന്നു? അപ്പം സെറ്റായോ? എടോ, ഞാൻ ഓർത്തുകൊണ്ടിരുന്നേ എൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് പെണ്ണെ കിട്ടിയ ഞാൻ ഹാപ്പി ആയിരിക്കുന്നു. പക്ഷേ ഞാൻ ഒട്ടും ഹാപ്പി ആയിരുന്നല്ലോ. അതൊക്കെ സമയത്തുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കിട്ടണമെന്ന് ആഗ്രഹിച്ചെന്തോ പെട്ടെന്ന് കിട്ടിയപ്പോൾ ത്രില്ല് അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആഗ്രഹിച്ചതും എന്നെ ആഗ്രഹിച്ചതും എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയിടും. താനോടെ ഇങ്ങനെ നോക്കണേ? ഞാനൊരു പൊട്ടനാടോ? താനൊരു പൊട്ടൻ തന്നെയാ. അങ്ങനെ പറയരുത്. പിന്നല്ലാതെ ഇത്രയും നാൾ താൻ എൻ്റെ കൂടെ നടന്നിട്ട് ഇപ്പോഴാണോ തനിക്ക് ബോധം വരുന്നത്? അവൻ്റെ ഒരു നീളം മുടിയും കമ്മലും ഒരു മിനിമം ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവുമല്ലോ. എടോ, തനിക്കൊരു ക്ലൂ ഒന്നുകൂടായിരുന്നു? അതെ, ഞാനിനി ഒരു ക്ലൂവും 4 ഓപ്ഷനും 3 ലൈഫ് ലൈനും ഒക്കെ തരാം. എടോ, താനെന്താ ചൂടാവണേ? ദേഷ്യമുള്ളോണ്ട്. എടോ, താൻ വല്ല ഷാരൂഖ് ഖാനായിട്ടോ അതോ എനിക്ക് വേറെ ആളെ കിട്ടാൻ തോടോ ഒന്നും അല്ല. എപ്പോഴും തൻ്റെ കൂടെ നടന്നപ്പോൾ എനിക്കൊരു ഇഷ്ടം ഉണ്ടായിപ്പോയി. അതെന്റെ തെറ്റാ. അതിനെന്താ, ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? ഓക്കെ ആയില്ല. ഇന്ന് ഐശ്വര്യനെ കാണാൻ പോകുന്നതിന് മുന്നേ താൻ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിന്നെ നോക്കിയേനെ. പക്ഷെ ഇനി നടക്കില്ല വിനീതേ. താൻ പൊക്കോ. എടോ, ഐ എം സോറിടോ. ഐശ്വര്യ വന്നുകൊണ്ടൊന്നുമല്ല. ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോഴും ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് തൻ്റെ കാര്യം. പക്ഷേ ഞാനിത് റിയലൈസ് ചെയ്യാൻ ഒരുപാട് വൈകിപ്പോയിടും. ഒന്ന് ക്ഷമിച്ചൂടെ? ഇല്ല വിനീതേ, ഇത് സെറ്റാവില്ല. താൻ പൊക്കോ. ഒന്ന് നിന്നേ. ഞാൻ പറഞ്ഞോടും താനങ്ങ് പോവോ? അപ്പം അത്രേ ഉള്ളൂ. താനെന്താ വിചാരിച്ച് എന്നെ ഇത്രയും വിഷമിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ വന്ന് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു? കുറച്ചൊക്കെ താനും വിഷമിക്കും. കരയാണോ? പൊക്കോ. ശരിയാവില്ല. ഇല്ല കോണിയോ? ഞാൻ വന്നപ്പോഴായിരുന്നല്ലോ. അതെ, നല്ല തന്നല്ല, വെറുതെ മൂക്കടിച്ച് വീഴാൻ നിൽക്കണ്ട. അതെന്താണത്? അമ്മാവനാ, പുള്ളിക്കെല്ലാം അറിയാം. ഞാനിനി എങ്ങനെ അമ്മാൻ്റെ മുഖത്ത് നോക്കും? അതെ, കുറച്ച് അളിയുന്നതേ ആരോഗ്യത്തിന് നല്ലതാണ്. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പിന്നെ പോയാൽ പോരെ? എന്താ ഉദ്ദേശം? എണിയൊന്നുമില്ലേ? ആ ഇറങ്ങിക്കേ. എന്താ പിന്നെ പോയാൽ പോരെ? ആ പിന്നെ പോണ്ട. പിന്നെ പോണ്ട. അതെ, പിന്നെ പോ.